എന്തിനായിരുന്നു ഈ സംഘർഷം? ഭരണകൂടത്തെ മാറ്റാനും ആണവ സമ്പുഷ്ടീകരണം തടയാൻ ലക്ഷ്യമിട്ടെന്ന് പറഞ്ഞ അമേരിക്ക ഇസ്രയേൽ സംയുക്ത സേന ഇറാനിൽ ആക്രമണം നടത്തിയത് കഴിഞ്ഞ മാസം 28-ന്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയെയും ഒരു പിടി നേതാക്കളെയും ഒറ്റയടിക്ക് ഇല്ലാതാക്കിയപ്പോൾ ഇത്ര ഈസിയാണോ യുദ്ധമെന്ന സഖ്യം മനസ്സിലെങ്കിലും കരുതി കാണുമോ എന്തോ. ഇതിനിടെ രാജ്യാന്തര വിപണിയിൽ ഇന്ധനക്ഷാമം നേരിടുകയും ക്രൂഡ് വില കുതിക്കുകയും ചെയ്തതിനെ പറ്റി മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്, ഇഫ് ദേ റൈസ് ദേ റൈസ്, ഐ എം നോട്ട് കൺസേൺഡ് അബൌട്ട് ഇറ്റ്. ഇതൊക്കെ ഒരു ചെറിയ വിലയല്ലേ, പോയ പോലെ എണ്ണവിലയൊക്കെ താഴുമെന്ന്. എന്താ അല്ലേ? പണ്ടങ്ങാണ്ടങ്ങ് ഫ്രാൻസിൽ ജനങ്ങൾ ഗുരുതരമായ ഭക്ഷ്യക്ഷാമം നേരിട്ടപ്പോൾ ഇഫ് ദേ ഡോണ്ട് ഹാവ് ബ്രെഡ് ലെറ്റ് ദം ഈറ്റ് കേക്ക് എന്ന് പറഞ്ഞ മേരി ആന്റണൈറ്റ് എന്നൊരു രാജ്ഞി ഉണ്ടായിരുന്നത്രേ. ഈ പ്രതികരണം കേട്ടപ്പോൾ ഏറെക്കുറെ ആ മട്ടിലൊന്നായാണ് തോന്നിയത്. അത് കഴിഞ്ഞപ്പോൾ മയാമിയിലെ പ്രതികരണം, ആക്രമണം ഒരു ഷോർട്ട് എക്സ്കർഷൻ പോലെയാണെന്ന്. ആയിരിക്കും, സ്വന്തം നിലയിൽ പോർക്കളത്തിലെത്തും വരെ. യുദ്ധം എന്ന് തീരുമെന്ന ചോദ്യത്തിന് ഫോക്സ് റേഡിയോയോട് പറഞ്ഞത്, വെൻ ഐ ഫീൽ ഇറ്റ് ഇൻ മൈ ബോൺസ് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുമ്പോ എന്ന്. ദാ ഇപ്പോ വരുന്നു പുതിയതൊന്ന്. ഇറാന്റെ ക്രൗൺ ജ്യുവൽ എന്നറിയപ്പെടുന്ന ഖാർഗ് ആക്രമിച്ച ശേഷം NBC ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെ, ഖാർഗിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മുഴുവൻ തച്ചുടച്ചു, ഇനിയും കുറച്ചു തവണ കൂടി ആക്രമിക്കും, ജസ്റ്റ് ഫോർ ഫൺ, വെറും ഒരു രസത്തിന്. കേട്ടത് സത്യമോ എന്നറിയാൻ പലതവണ കണ്ണുമിഴിച്ചും തലകുലുക്കിയും ഒക്കെ കേട്ടു നോക്കി. അതെ, അത് തന്നെ, ആക്രമിച്ചത് വെറും ഒരു രസത്തിനാണത്രേ. റോമാ നഗരം കത്തിയിരിഞ്ഞപ്പോൾ വീണ വായിച്ച നീറോ ചക്രവർത്തിയെ ഓർമ്മ വന്നത് വെറും റിഫ്ലെക്സ് ആക്ഷൻ ആയിരിക്കുമോ എന്തോ. എന്നാ പിന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആയുധങ്ങളൊക്കെ പൊട്ടിച്ചു തീർത്ത് പുതിയതുണ്ടാക്കി ആയുധ കമ്പനികളുടെ പള്ള വീർപ്പിക്കാനാണെന്ന് പച്ചക്കങ്ങ് പറഞ്ഞാൽ പോരെ. കാരണം എന്തായാലും ആക്രമിക്കുന്ന ആരെയും സപ്പോർട്ട് ചെയ്യാനാവില്ല. അതിപ്പോ അമേരിക്ക ആയാലും ഇസ്രയേൽ ആയാലും ഇറാൻ ആയാലും മധ്യസ്ഥമേശകളുടെയും നയതന്ത്ര ചർച്ചകളുടെയും ശവപ്പറമ്പൊരുക്കി സംഘർഷം പൊടിപൊടിക്കുമ്പോൾ സാധാരണക്കാരൻ എന്തു പറയണം? പുലർച്ചെ 3 മണിക്ക് എഴുന്നേറ്റ് പാചകവാതകത്തിന് വരി നിൽക്കുന്ന വീട്ടമ്മമാരും കഷ്ടപ്പെട്ടു തുടങ്ങിയ ഹോട്ടലുകൾക്ക് തന്റേതല്ലാത്ത കാരണത്താൽ പൂട്ടിടേണ്ടി വന്നവരും അവിടുത്തെ തൊഴിലാളികളും ഒക്കെ ഇത്തരം ആക്രമണങ്ങളുടെ ഇരകളാകുമ്പോൾ അവരോട് എന്ത് പറയും? ദിസ് ഇസ് ജസ്റ്റ് ഫോർ ഫൺ എന്നോ? വീട്ടകങ്ങളിലും ഓഫീസുകളിലും സാമ്പത്തിക സ്രോതസ്സുകളിലും എല്ലാം വന്നു വീഴുന്ന മിസൈലുകളും ഡ്രോണുകളും ഒക്കെ ഒരു കോമഡി ഷോ പോലെ ആഘോഷിക്കണമെങ്കിൽ അതിനു മാത്രം തലയ്ക്ക് സുഖമില്ലായ്മ ഇല്ല ഹേ എന്ന് പറയേണ്ടി വരും. എങ്ങോട്ടാണ് ഈ സംഘർഷത്തിന്റെ പോക്ക്? ഇരുട്ടി വെളുക്കുമ്പോൾ രാത്രി പറഞ്ഞത് മാറ്റി പറയുന്ന നേതാക്കളുടെ വാക്കും പ്രവൃത്തിയും പാവപ്പെട്ടവർ എങ്ങനെ വിശ്വസിക്കും? അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പും ഈ വാരം ചിന്തിക്കുന്നത് ഈ വിഷയമാണ്. ഫൺ ഓർ ഫിയർ? ഇന്നത്തെ എന്റെ അതിഥികൾ: ഇൻഡോ അമേരിക്കൻ സെന്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിൻസെന്റ് സേവ്യർ പാലത്തിങ്കൽ, ഇന്റർനാഷണൽ അഫയേഴ്സ് അനലിസ്റ്റ് നിർമ്മൽ എബ്രഹാം, ഫിലിം ഡയറക്ടർ ആൻഡ് ഇന്റർനാഷണൽ ജേർണലിസ്റ്റ് ബൈജു കൊട്ടാരക്കര എന്നിവരാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അതിഥികൾക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പിലേക്ക് സ്വാഗതം. അതിഥികളിലേക്കാണ് ആദ്യം ശ്രീ വിൻസെന്റ് സേവ്യർ പാലത്തിങ്കിലേക്കാണ്. വിൻസെന്റ്, ഇത് നമ്മൾ മിഡിൽ ഈസ്റ്റിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു യുദ്ധമാണെന്ന് കരുതി അത് വെസ്റ്റ് ഏഷ്യയിലേക്ക് ബാധിക്കുന്നു, കൂടുതൽ രാജ്യങ്ങൾ അതിലേക്ക് വരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഡിപ്ലോമസി, നയതന്ത്രത്തിന് ഒരു സ്ഥാനവുമില്ല, മധ്യസ്ഥ ചർച്ചകൾക്ക് ഒരു സ്ഥാനവുമില്ല എന്ന നിലയിൽ ആരും ഒരു എഫേർട്ട് എടുക്കുന്നില്ല. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുന്നതൊക്കെ വെറും കാറ്റായിട്ട് അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായിരിക്കും ഇതിന്റെ മുന്നോട്ടുള്ള ഒരു പോക്ക്? ഇത് എവിടെ ചെന്ന് അവസാനിക്കും? Christina, again, thank you so much for having me. ഇതൊരു വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് ഈ വാറിൽ. അതായത് ഇതിന്റെ പെയിൻസ് ഇന്റർനാഷണലി ജനങ്ങൾ എല്ലാ സ്ഥലത്തും ഫീൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. പെട്രോളിന്റെ വില അമേരിക്കയിൽ കൂടുന്നു, വാചകം ഇന്ത്യയിൽ കിട്ടാനില്ലാതാകുന്നു, റെസ്റ്റോറൻറ്റുകൾ അടയ്ക്കേണ്ടി വരുന്നു. അപ്പോൾ ഇതൊരു അതിൻ്റെ ഇമ്പാക്ട്സ് ആൾക്കാർ ഫീൽ ചെയ്യാൻ തുടങ്ങുന്ന ഒരു സമയമാണത്. പക്ഷേ ഇപ്പം ട്രംപിനെ സെൻറ്റേഡായിട്ട്, ട്രംപിനെ ബേസ്ഡ് ആയിട്ട് ചിന്തിക്കാതെ ഞാനൊരു അനലിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ കാണുന്ന പിക്ചർ ഇതാണ്. ഇറാൻ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കി ഒരു ന്യൂക്ലിയർ സ്റ്റേറ്റായി നിലവിൽ വന്നിരുന്നുവെങ്കിൽ എന്തായിരുന്നു സിറ്റുവേഷൻ? നൗ ലുക്ക് അറ്റ് വാട്ട് ദേ ആർ ഡൂയിങ് ടു ദെയർ നൈബേഴ്സ്. ദേ ആർ അറ്റാക്കിങ് ഓൾ ഓഫ് ദം, just saying that they have a US base there. നമ്മൾ ആദ്യം ഇപ്പം എപ്പോഴും നമ്മളെ ഹിസ്റ്ററിനെ കുറിച്ച് നമുക്ക് എപ്പോഴും ഒരു അവയർനെസ് ഇല്ലെങ്കിൽ ഈ വാറുകൾ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് വാറുകൾ എപ്പോഴും കറണ്ട് പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനാണ്. സോ അമേരിക്കനെയും വെസ്റ്റേൺ വേൾഡിനെയും സംബന്ധിച്ച് ഇത്രയും മിലിറ്ററി ബേസുകളെല്ലാം ഈ മിഡിൽ ഈസ്റ്റിൽ തന്നെ ഉള്ളതിൻ്റെ കാരണം എന്താണ്? ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് 1948 ഉണ്ടാക്കി പ്രോപ്പപ്പ് ചെയ്ത്
അമേരിക്കയുടെ ഒരു ബേസ് പോലെ അല്ലെങ്കിൽ അമേരിക്കൻ ടെക്നോളജി എല്ലാം കൊടുത്ത് അവിടെ വളർത്തി വെച്ചിരിക്കുന്നതിൻ്റെ ഒരു കാരണം എന്താണ്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട എനർജി സോഴ്സ് ആണ് ഈ ഇറാനും സൗദി അറേബ്യയും ആ ഏരിയയും ഹോർമുസ് കടലിടുക്കും. ഇതിൻ്റെ എല്ലാം കൺട്രോൾ ഇറാൻ എന്ന് പറയുന്ന ഒരു റോ റിജയും കയ്യിൽ ചെന്നപ്പെടുകയും അവർക്ക് ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാകുകയും ചെയ്താൽ എന്തായിരിക്കും അതിൻ്റെ ഒരു പരിണിത ഫലം? നമുക്കിതിൻ്റെ ഹിസ്റ്ററി കുറച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പം ഇന്ത്യയിൽ ഇരിക്കുന്ന മുസ്ലിംസിനെ സംബന്ധിച്ച് അവർ സുന്നി മുസ്ലിംകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അതിനകത്ത് വലിയൊരു വാശിയോ വൈരാഗ്യമോ ഒരു വാറോ ഒന്നും അവർ കണ്ടിട്ടില്ല. പക്ഷേ ഈ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ കഴിഞ്ഞ 1400 വർഷത്തെ ചരിത്രത്തിൽ മില്യൺസ് ഓഫ് ആൾക്കാരും മരിച്ച വാറുകൾ ഈ ഷിയകളും സുന്നികളും തമ്മിൽ നടന്നിട്ടുണ്ട്. ഇപ്പം ഞാനൊക്കെ ഇവിടെ എൻ്റെ ഓഫീസിലൊക്കെ നമ്മൾ ഹയർ ചെയ്യുന്ന ആൾക്കാരിലും ഞാൻ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ഈ ഷിയകളും സുന്നികളും ഇറാൻ സിറിയ ഏരിയ എന്നുള്ള ഷിയ ജനങ്ങളും സൗദി അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന സുന്നികളും തമ്മിൽ സംസാരിക്കാറ് പോലും ഇല്ലാത്ത രീതിയിൽ വൈരാഗ്യം അവർ തമ്മിലുണ്ട്. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഈ കൂടടച്ച് അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ ഞാൻ കാണുന്ന തിയറി ഇതാണ്. എന്തായാലും അമേരിക്കയും ഇസ്രായേലും വന്നു, ഞങ്ങൾ ഈ കഴിഞ്ഞ 10-47 കൊല്ലമായിട്ട് ഉണ്ടാക്കി വെച്ച സാധനങ്ങളെല്ലാം തച്ചുടച്ചു. ന്യൂക്ലിയർ വെപ്പൻ്റെ കാര്യം ഒരു ഗ്യാരണ്ടി ഇല്ല. 11 ആറ്റം ബോംബ് ഉണ്ടാക്കാനുള്ള സാധനം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, അത് തന്നെ അവർ അടിച്ചുകൊണ്ട് പോയേക്കാം. ഈ സാഹചര്യത്തിൽ അവരുടെ ലോങ് ടൈം ഗോൾ, വാട്ട് വാസ് ദിയർ ലോങ് ടൈം ഗോൾ? അവരുടെ ലോങ് ടൈം ഗോൾ വാസ് ടു ഡോമിനേറ്റ് ദി അറബ് റീജിയൻ, ഡോമിനേറ്റ് ദി സുന്നി റീജിയൻ, make sure that Mecca and Medina also are in their control so that they can dominate the Islamic world as a clerical religion. അതായത് റിലീജിയസ് ആൾക്കാർ കൺട്രോൾ ചെയ്യുന്ന ഒരു റിലീജിയൻ that is fundamentally against the other Arab countries. They are all monarchs. Saudi is a monarch, Bahrain is a monarch, Qatar, UAE, they are all monarchies. അപ്പോൾ ഫണ്ടമെന്റലി ഇറാനും അവരും തമ്മിലുള്ള പ്രശ്നം ഒരു വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് സൗദി അറേബ്യ ഈ പുറത്ത് ഈ വർത്തമാനങ്ങളെല്ലാം പറഞ്ഞാലും ഞങ്ങളുടെ ബേസ് ഉപയോഗിക്കുന്നതെന്നെല്ലാം പറഞ്ഞാലും അമേരിക്കയുടെ CIA-യുമായിട്ടും ഇസ്രയേലിൻ്റെ മൊസദുമായിട്ടും വളരെ ക്ലോസ് ആയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇറാൻ ഇപ്പോൾ കാട്ടിക്കൂട്ടുന്ന ഈ പേക്കൂത്തുകൾ, അവരുടെ നൈബേഴ്സിനെതിരായിട്ടുള്ള പേക്കൂത്തുകൾ, അത് നാച്ചുറലി ആ ഒരു ഷിയ സുന്നി ഫൈറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു. അത് നമ്മളോട് വളരെ ക്ലിയർ ആയിട്ട് കാണുന്നത്. ബിക്കോസ് യാതൊരു റീസണിങ്ങും ഇല്ലാണ്ടാണ് അവർ അറ്റാക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സുന്നി മുസ്ലിം രാജ്യങ്ങൾ, മൊണാർക്കിയെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ, അവർ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കൂടെ ഇക്കാര്യത്തിൽ ഉറച്ചു നിൽക്കും. ബിക്കോസ് അവർക്കറിയാം ഇറാനാണ് അവരുടെ അൾട്ടിമേറ്റ് എനിമി, റിലീജിയൻ വൈസ് ആൻഡ് റീജിയൻ വൈസ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്ന ഈ ടെമ്പററി പെയിൻസ് മാത്രം വെച്ചിട്ട് ഈ വാറിനെ നമ്മൾ കാണുന്നതിലാണ് അബദ്ധം. ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം, ഇവർക്ക് 47 വർഷം ഉണ്ടായിരുന്നു ഒരു ഭരണം പിടിച്ചെടുത്തു ഷായുടെ കയ്യിൽ നിന്നും. അവർക്ക് ഒത്തിരി സമയം കിട്ടിയതാണ് ഈ കമ്മ്യൂണിറ്റി ഓഫ് നേഷൻസിൻ്റെ ഒരു പാർട്ടായിട്ട് മാറാൻ. അതവരിന്നും ചെയ്തിട്ടില്ല. അവരുടെ ഒരു റോ റിജീമായിട്ട് തന്നെ അവർ കണ്ടിന്യൂ ചെയ്യുന്നു. ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ. ഇപ്പോൾ ചൈനയും അമേരിക്കയും നോക്കുക, ദേ ആർ നോട്ട് ഫ്രണ്ട്ലി നേഷൻസ്, ദേ ആർ അഡ്വേഴ്സറീസ് ഇൻ സോ മെനി വേസ്, ബട്ട് ദേ ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ ഗ്ലോബൽ പ്രോസസ്, ദ ഇന്റർനാഷണൽ പ്രോസസ്. ഇറാൻ അതല്ല ചെയ്യുന്നത്. ഇറാന്റെ നോട്ടം ഈ മുസ്ലിം വേൾഡിന്റെ ടോട്ടൽ കൺട്രോൾ ആ ക്ലറിക്സിന്റെ കയ്യിൽ, അതായത് റിലീജിയസ് ലീഡേഴ്സിന്റെ കയ്യിൽ കൺട്രോൾ ചെയ്യാൻ എടുക്കുക. ഇപ്പം നമ്മുടെ ഒസാമ ബിൻ ലാദൻ ട്രൈ ചെയ്തത് സെയിം തിങ് ആണ്. അഫ്ഗാനിസ്ഥാനിൽ പോയിരുന്ന് സൗദിയിലെ മൊണാർക്കി റിജീമിനെ തുടച്ചു മാറ്റിയിട്ട് സുന്നി സൈഡിൽ ക്ലറിക്സിന്റെ കയ്യിലുള്ള ഒരു ഭരണകൂടം ഉണ്ടാക്കാനാണ് ഒസാമ ബിൻ ലാദന്റെ അൾട്ടിമേറ്റ് ഗോൾ ആയിരുന്നത് അഫ്ഗാനിസ്ഥാനിൽ പോയിരുന്നിട്ട്. അപ്പോൾ ഇതെല്ലാം ഇതിന്റെ ഹിസ്റ്ററിയാണ്, നമ്മൾ മനസ്സിലാക്കേണ്ട ഹിസ്റ്ററികളാണ്. അപ്പോൾ നമ്മളിതിനെ എൻ്റെ അനാലിസിസിൽ ഞാൻ പറയുന്നത് ഷോർട്ട് ടൈമിലുള്ള പെയിനിൽ കൂടി മാത്രം കാണാതെ ലോകത്തിൻ്റെ ഒരു സുഗമമായ പ്രവർത്തിപ്പിന് ഇസ്ലാമിൽ വേണ്ട റിഫോം ഉണ്ടായേ തീരുള്ളൂ. ആ ഇസ്ലാമിൽ വേണ്ട റിഫോം ഉണ്ടാകാൻ സൗദി അറേബ്യയും പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാനും റെഡിയാവുന്ന സാഹചര്യത്തിൽ ആ ഇസ്ലാമിനെ പുറകോട്ടടിക്കുന്ന, ഇസ്ലാമിനെ 1400 വർഷം മുമ്പുള്ള ഹിസ്റ്ററിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു റിജീമാണ് ഇറാനിലെ റിജീം. അതും മാറേണ്ടതും അവിടെ ഒരു ഓപ്പൺ ആയിട്ടുള്ള മോഡേൺ വേൾഡിനെ എംബ്രേസ് ചെയ്യുന്ന ഒരു ഭരണകൂടം ഉണ്ടാവേണ്ടതും ഈ ലോകത്തിൻ്റെ ഒരു ആവശ്യമാണ്. അത് നമ്മുടെ എല്ലാ ആവശ്യമാണ്. യെസ്, നമുക്ക് ഓയിൽ വേണം. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് മാനേജ് ചെയ്യാനുള്ള രീതി ഇപ്പം നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഇന്ത്യൻ നേവീനെ ആരും അറ്റാക്ക് ചെയ്യില്ല, അമേരിക്കയും അറ്റാക്ക് ചെയ്യില്ല, ഇറാനും അറ്റാക്ക് ചെയ്യില്ല. സോ വി ആർ ഡൂയിങ് ഇറ്റ് നൈസ്ലി. അപ്പോൾ നാച്ചുറലി ഇതൊരു ടെമ്പററി ആയിട്ട് ഇതൊരു വലിയ പ്രശ്നമാണ്. ഇന്റർനാഷണലി എല്ലാവർക്കും, അമേരിക്കയ്ക്കും എല്ലാവർക്കും പ്രശ്നമാണ്. പക്ഷേ ഗ്ലോബലി ഇതൊരു നടക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇറാനിലെ റിജീം മാറുക. ഇറാൻ ഇങ്ങനെ ഒരു റോ കൺട്രി ആയിട്ട് ന്യൂക്ലിയർ വെപ്പൺ, ഈ ബാലിസ്റ്റിക് മിസൈൽസും എല്ലാം ഡെവലപ്പ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റിൽ മുമ്പോട്ട് പോകുക എന്നുള്ളത് അത് നിൽക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് ഇന്ത്യക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ്.
ഓക്കെ, അപ്പോൾ ആ ഒരു അടുത്ത രീതിയിൽ ഘട്ടത്തിൽ നോക്കി കണ്ടു ഞാൻ കഴിഞ്ഞാൽ നമ്മുടെ വിൻസെന്റിലേക്ക് വരാം. സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ നിർമ്മലിലേക്ക് പോകണം. നിർമ്മൽ ഈ പറയുന്നത് പോലെ അങ്ങനെ പറയുമ്പോൾ അത്തരത്തിലൊരു റെജീം ചേഞ്ച് ഉണ്ടാകണമെന്ന് പറയുമ്പോൾ അത് വിചാരിച്ചതുപോലെ ഈസി ആകുന്നില്ല. ആരായിരിക്കണം അത് എന്നതിലേക്ക് വരുന്നില്ല. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ വിൻസെന്റ് പറയുന്നു അതൊരു ടെമ്പററി പെയിൻ ആണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ. പക്ഷെ ആ ഒരു ബാക്ക് ടു നോർമലിലേക്ക് വരാൻ എത്രത്തോളം പാടാണ്, ഓരോ രാജ്യങ്ങളും ഇനി എത്രത്തോളം ശ്രമിക്കണം എന്നുള്ളത് നമുക്കറിയാം. ഇനി ഇതിന്റെ ഒരു ഇക്കണോമിക് ഇമ്പാക്റ്റിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വിഭാഗം ഇന്ത്യക്കാർ, അതിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 40 ലക്ഷം, 4 മില്യൺ മലയാളികൾ ഈ 6 GCC രാജ്യങ്ങളിലായിട്ടുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ കുടുംബങ്ങളിലേക്ക് വരുന്ന പ്രവാസി പണമുണ്ട്. ഇവര് തിരികെ ഇപ്പോൾ തന്നെ വന്നവരുണ്ട്. അവരുടെ ജോലി സ്ഥിരതയില്ലായ്മ, അതുപോലെ തന്നെ ദുബായ് എന്ന് പറയുന്ന വൺ ഓഫ് ദ സേഫസ്റ്റ് ഹാവൻസ് എന്ന് പറയുന്ന രാജ്യമാണ്. റിയൽ എസ്റ്റേറ്റ് ഒക്കെ മലയാളികൾ ഏറ്റവും നന്നായി നടത്തിക്കൊണ്ടിരുന്ന ബിസിനസ്സുകൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അതിനൊക്കെ ആ ഒരു സ്റ്റാറ്റസ് നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ള ഒരു സാമ്പത്തികമായ ഒരു എന്താ സൈക്കോളജി എന്തായി മാറും? ഇരിക്കുന്ന ഇരു കൂട്ടരെയും, ഇന്ത്യയും അമേരിക്കയും സൈക്കോളജിക്കലിയും എക്കണോമിക്കലിയും ബാധിക്കാം. ഇന്ത്യയുടെ കേസിൽ താങ്കൾ കൃത്യമായിട്ട് പറഞ്ഞ പോലെ ഒരുപാട് ഇപ്പൊ നമ്മുടെ പുറത്തുനിന്ന് അകത്തോട്ട് വരുന്ന റെമിറ്റൻസസ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നും എത്രയധികം രാജ്യങ്ങളിൽ മലയാളികളുണ്ട്, ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. പക്ഷെ എന്നിട്ടും ഇന്നും 75 മുതൽ 80% റെമിറ്റൻസസും വരുന്നത് ഗൾഫ് റീജിയനിൽ നിന്നാണ്. ആ റെമിറ്റൻസസിന്റെ ഏറെക്കുറെ വലിയ ഭാഗവും ഇൻഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന, അതായത് കൺസ്ട്രക്ഷനിലും ലോജിസ്റ്റിക്സിലും ഹോസ്പിറ്റാലിറ്റിയിലും ഒക്കെ വർക്ക് ചെയ്യുന്ന സാധാരണക്കാരായ മലയാളികൾ അയക്കുന്ന പൈസയാണ്. അവരത് ഉപയോഗിക്കുന്ന എന്തിനാ? നാട്ടിലെ കുട്ടികളെ പഠിപ്പിക്കാനായിരിക്കും, ഒരുപക്ഷെ ഒരു വീട് പണിയാനായിരിക്കും, ഒരു സ്ഥലം മേടിക്കാനായിരിക്കും, കടം തീർക്കാനായിരിക്കും, ഇങ്ങനെയുള്ള പേർപ്പസസിന് വേണ്ടിയാണ്. ഇപ്പൊ പെട്ടെന്ന് ഇപ്പൊ ആ ഒരു ലെവലിലോട്ട് നമ്മൾ എത്തിയിട്ടില്ല. പക്ഷെ ഈ പറയുന്ന രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ജോലികളെ ബാധിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ആ റെമിറ്റൻസസ് ഇന്ത്യയിലോട്ട് വരുന്നത് നിൽക്കും. കേരളത്തിലോട്ട് വരുന്നത് പ്രത്യേകിച്ച്, കാരണം കേരളത്തിന്റെ മൊത്തം GSDP 20% ആ റെമിറ്റൻസസ് എന്ന് പറയുന്നത്. അപ്പൊ അത് വലിയൊരു അടിയായിരിക്കും നമുക്ക്. മാത്രമല്ല, ഈ ആളുകൾ തിരിച്ചു വന്നാൽ അവരെ അക്കോമഡേറ്റ് ചെയ്യാനോ അവർക്ക് എംപ്ലോയ്മെന്റ് കൊടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പൊ ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഇപ്പൊ കേരളത്തിൽ ഇല്ല. ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഇൻഫോർമൽ സെക്ടറിൽ ഇപ്പം നോർത്ത് ഈസ്റ്റിൽ നിന്നും ബീഹാറിൽ നിന്നും UP നിന്നും ഒക്കെ ആളുകൾ നിറഞ്ഞൊക്കെയാണ്, ഒരു 40 ലക്ഷത്തോളം ആളുകൾ. അപ്പൊ അങ്ങോട്ട് വന്ന് റിപ്ലേസ് ചെയ്ത് അവർക്കൊരു ജോലി കൊടുക്കാനും നമുക്ക് കഴിയത്തില്ല. നമ്മുടെ ബഡ്ജറ്റ് വളരെ സ്ട്രെയിൻഡ് ആയതുകൊണ്ട് അവർക്ക് വെൽഫെയർ ആയിട്ട് ഒരു വെൽഫെയർ സ്കീമോ ലംസം പേയ്മെന്റോ കൊടുത്ത് താൽക്കാലിക ആശ്വാസം കാണാനും നമുക്ക് സാധിക്കില്ല. അതാണ് ഇന്ത്യയുടെ വശം. അതിന്റെ കൂടെ ഈ പറഞ്ഞ ക്രൂഡ് ഓയിലിന്റെ, ഇതുവരെ ക്രൂഡ് ഓയിലിനെ നമ്മളെ ബാധിച്ചിട്ടില്ല, പക്ഷെ തീർച്ചയായിട്ടും LPGയുടെ ഒക്കെ ഫസ്റ്റ് ഹാൻഡ് കണ്ടാണ്. ഇപ്പൊ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് കഴിഞ്ഞ ദിവസം അദ്ദേഹം ട്രിവാൻഡ്രത്ത് റെസ്റ്റോറന്റ് നടത്തുകയാണ്. പറഞ്ഞാൽ അറിയുമായിരിക്കും, പക്ഷെ ഞാനത് പറയുന്നില്ല. അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞാൽ അവസാന സിലിണ്ടറിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ, മറ്റെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ, എന്ന് അവസാനിക്കും. ആകെ വെപ്രാളത്തിൽ വിളിച്ചപ്പോഴത്തേക്ക് എനിക്ക് ആ ഫസ്റ്റ് ഹാൻഡ് അതിന്റെ ഒരു ഇമ്പാക്ട് നമുക്ക് അറിയാൻ സാധിച്ചു. അപ്പൊ LPGയുടെ ഒക്കെ ഇമ്പാക്ട് ഉണ്ട്. പക്ഷെ ആശ്വാസകരമായിട്ടൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇന്ത്യൻ ടാങ്കേഴ്സ് ഒക്കെ അവിടെ നിന്ന് വിടുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി അമേരിക്കയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിയാണ്, ഇപ്പൊ അവിടെയുള്ള ഒരു കൂട്ടം ആളുകൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു ഇനെവിറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഇത് ചെയ്തേ തീരൂ. ഇപ്പൊ നമ്മുടെ ഇവിടെ മെട്രോയുടെ പണി നടക്കുമ്പോൾ നമുക്കെല്ലാം ബുദ്ധിമുട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മളോട് ഗവൺമെന്റ് പറയുന്നത് ഇത് അനുഭവിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോ റോഡ് നന്നായി, ട്രാവലിംഗ് എളുപ്പമായി, ചീപ്പായി എന്ന് പറയുന്ന പോലെ നമുക്ക് കാണാം. പക്ഷേ ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യുദ്ധത്തിന് വേണ്ടി ഒരു ദിവസം അമേരിക്ക മുടക്കുന്ന പൈസ എത്രയാണെന്ന് നമ്മൾ ആലോചിക്കണം. അവരെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും 100 കോടി US ഡോളറാണ് ഓരോ ദിവസവും. ഈ കഴിഞ്ഞ 2 ആഴ്ച കൊണ്ട് ഏകദേശം 1650 കോടി US ഡോളർ അവിടെ ചെലവാക്കി കഴിഞ്ഞു. അതിൽ ഏറ്റവും വലിയ ഇറാന്റെ വിജയം എന്ന് വേണമെങ്കിൽ കാണാവുന്നത്, ഇറാൻ അവിടെ നാച്ചുറൽ ഇൻഡിജിനസ്ലി ഉണ്ടാക്കി വിടുന്ന 15,000 രൂപയുടെ 20,000 രൂപയുടെ ഡ്രോണ് ഇന്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടി 20 ലക്ഷം ഡോളറിന്റെ ഇന്റർസെപ്ഷൻ ആണ് അമേരിക്ക തിരിച്ചയക്കുന്നത്. അപ്പൊ അവിടെ ഒരു ചോദ്യം വരുന്നത്, അമേരിക്കൻ ബേസ്, ട്രംപിന്റെ ബേസിനിടെ തന്നെ ചോദിക്കുന്നത്, ഈ പൈസ എല്ലാം എവിടുന്ന് വരുന്നു? ഒന്ന് ശരിയാണ്, വലിയൊരു ഡിഫൻസ് ബഡ്ജറ്റ് ഉണ്ട്. ഈ ഡിഫൻസ് ബഡ്ജറ്റ് പടുത്തുയർത്തിയത് ടാക്സ് പെയറിന്റെ പൈസ കൊണ്ടാണ്, ബാക്കി കടം കൊണ്ടാണ്, അതിന്റെ ബാക്കിയും ഈ പറയുന്ന ടാക്സ് പെയറിന്റെ പൈസയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആളുകൾ ശരിക്കും പൈസ അടയ്ക്കുന്നത് മറ്റൊരു രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാനാണോ എന്നൊരു ചോദ്യം കുറെ പേര് ചോദിക്കുന്നു. മാത്രമല്ല, ട്രംപ് തന്നെ കഴിഞ്ഞ ദിവസം അഡ്മിറ്റ് ചെയ്തൊരു കാര്യമുണ്ട്, ഒരുപാട് സ്ലീപ്പർ സെൽസ്, ഇപ്പം അത് ബൈഡന്റെ തെറ്റാണെന്ന് വേണേൽ പറയാം. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഏകദേശം 800ഓളം ഇല്ലീഗൽ ഇറാനിയൻസ് അവിടെ കയറിയിട്ടുണ്ട്. അതിൽ എത്ര പേരാണ് സ്ലീപ്പർ സെൽസ്? അവർ അൺഡോക്യുമെന്റഡ് ആളുകളാണ്. അപ്പൊ അവിടെ ഒരു അറ്റാക്ക് നടന്നു, അതിന് ഉത്തരം പറയേണ്ട ഒരു സാഹചര്യം വരും. അങ്ങനെ ഒരു സിറ്റുവേഷൻ നിൽക്കുന്നു. മാത്രമല്ല, ഇൻഫ്ലേഷന്റെ രൂപത്തിൽ ഇപ്പൊ ശ്രീ വിൻസെന്റ് സൈബറുമായിട്ട് ഇതിന് മുമ്പ് സംസാരിച്ചപ്പോൾ തന്നെ അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യമാണ്, അതായത് ഇൻഫ്ലേഷൻ രൂപത്തിൽ അവിടെ വിലക്കയറ്റവും നമ്മളെ പോലെ തന്നെ അവരെയും ബാധിക്കുന്നു. അപ്പൊ ഇതെല്ലാം ഒരു വശത്തുണ്ട്. അപ്പൊ കാര്യം ശരിയാണ്, ഇറാൻ ഈ പറയുന്ന പോലെ ഒരു ശരിയായിട്ടുള്ള ഒരു റോഗ് നേഷൻ ആണെന്ന് പറയാം. അവർ ടെററിസ്റ്റ് ഏജൻസീസിനെയോ അല്ലെങ്കിൽ ഹെസ്ബുള്ള, ഹമാസ് പോലുള്ള പ്രോക്സികളെ ഫണ്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. അവരുടെ ജനങ്ങളെ അവർക്ക് രക്ഷപ്പെടുത്താനുള്ള അവസരം ഉണ്ടായിട്ടും കോടിക്കണക്കിന് രൂപ അതിന് പകരം ഈ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് കൊടുത്തുകൊണ്ടിരുന്നതൊക്കെ ശരിയാണ്. പക്ഷെ എങ്കിലും
നമ്മളിത് ലോങ് ടേം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മാത്രമല്ല അവിടെയുള്ള ജനങ്ങളെ ബാധിക്കും. ട്രംപിന്റെ 2026 മിഡ് ടേം ഇലക്ഷൻസിന്റെ സാധ്യതയും വളരെ വലുതായിട്ട് ബാധിക്കും. ശരി, താങ്ക് യു നിർമ്മൽ. ശ്രീ ബൈജു കൊട്ടാരക്കര, ഇപ്പൊ നമുക്കറിയാം യുദ്ധം ഇങ്ങനെ അടുക്കള കയറി നിൽക്കുകയാണ്. നിർമ്മൽ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ഇന്ന് ഞാൻ ഒരു എറണാകുളത്ത് നിന്ന് ആലപ്പുഴയ്ക്ക് അപ്പുറം വരെ ഒരു 2-2.5 മണിക്കൂർ സഞ്ചരിക്കുമ്പോൾ എത്രയോ ഹോട്ടലുകളാണ് അടച്ചിട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ വീടുകളിലൊക്കെ ആശങ്കയാണ് പലർക്കും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ഇനി ഈ യുദ്ധത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്? കുറച്ച് അമേരിക്കക്കാർ ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ നികുതി പണമല്ലേ ഇതിന് ഉപയോഗിക്കുന്നത്? ഇതിന് മുൻപ് അഫ്ഗാനിസ്ഥാനിലും അതുപോലെ തന്നെ വിയറ്റ്നാമിലും അതേപോലെ തന്നെ ഇറാഖിലും ഒക്കെ ഇത്രയും അധികം ആക്രമണങ്ങൾ നടത്തിയിട്ട് എന്ത് നേടിയെന്ന് ചോദിക്കുന്നവരുണ്ട്. റഷ്യയും ചൈനയും ഇപ്പോൾ പുറത്താണ്, ഇതിന് പുറത്ത്. അപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും? ഒരു പുതിയ ലോകക്രമത്തിലേക്ക് പോകുന്നു എന്നൊരു ചോദ്യം. കൂടുതൽ കൂടുതൽ രാജ്യങ്ങൾ ഇതിലേക്ക് പങ്കാളിത്തം വഹിക്കുമ്പോൾ ഇതിന് ആര് ഉത്തരവാദിത്തം പറയും? ആരിതിനൊരു സൊല്യൂഷൻ കാണും? എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുകയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോ അവസാനം ചോദിച്ചതുപോലെ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അവസാനം ആരും ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. കാരണം ഈ യുദ്ധത്തിന്റെ പോക്ക് മറ്റൊരു വഴിക്കാണ്, അതായത് ഭീതിപ്പെടുത്തുന്ന ഒരു രീതിയിലേക്കാണ് ഇത് പോകുന്നത്. ഇപ്പം ഉക്രൈൻ ആണെങ്കിലും ഇസ്രായേൽ പലസ്തീൻ വാറായിരുന്നെങ്കിലും അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും ഇവിടെയൊക്കെ ഈ യുദ്ധ സമയത്ത് തന്നെ അതിന്റെ ഫ്രണ്ട് ലൈനിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇതിന്റെ കെടുതികളെ കുറിച്ച് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരാൾ കൂടിയാണ്. ഇപ്പൊ തന്നെ ഹോട്ടലുകളുടെ കാര്യം നിങ്ങൾ രണ്ടുപേരും സംസാരിക്കും. ഈ ഹോട്ടലുകളുടെ കാര്യം നമ്മുടെ നാട്ടിൽ ഹോട്ടലുകൾ അടച്ചിട്ട് തുടങ്ങി. എന്റെ ഒരു സുഹൃത്തൂടെ ടെക്സാസിൽ ഒരു ഹോട്ടൽ നടത്തുന്നുണ്ട്, ഇന്ത്യ ഗേറ്റ് എന്ന് മറ്റാണ് അതിന്റെ പേര്. ആ ഇന്ത്യ ഗേറ്റില് അവര് തന്നെ പറയുന്നത് കേട്ടു, അവിടെ ഗ്യാസിന്, അതായത് കുക്കിംഗ് ഗ്യാസിന് ഒരു മാസത്തെ റേറ്റ് എടുത്ത് നോക്കിയപ്പോ അവർക്ക് $2200 വരെ ഇന്നലത്തെ കണക്കനുസരിച്ച് കൂടുതൽ വരുമെന്നാണ് പറയുന്നത്. ഇവിടെ അടുത്ത് ഗ്യാസിന്റെ വില ഞാൻ പല സ്ഥലത്തും അന്വേഷിച്ചിരുന്നു. ഈ ഗ്യാസിന് $2.18 ആയിരുന്നു ഒരു ഗ്യാലൻ, അതായത് 3 ലിറ്റർ വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ അത് ഏതാണ്ട് $3.25 വരെയായി. അപ്പോ ഗ്രാജുവലി ഇവിടെയും വില കയറുന്നുണ്ട്. ഇപ്പൊ വെനിസ്വേലയിൽ നിന്ന് എണ്ണ വന്നാലും ശരി, മറ്റേതെങ്കിലും ഇവിടുത്തെ ഉള്ള രാജ്യങ്ങളിൽ നിന്ന് എണ്ണ ഇങ്ങോട്ട് കൊണ്ടുവന്നാലും ശരി, ഇവിടെയും ഗ്രാജുവലി എണ്ണയുടെ വില കയറുന്നു. ഇതൊന്നുമല്ല രസം. നമ്മുടെ നാട്ടിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന ഭക്ഷ്യക്ഷാമമാണ് ഇനി ഏറ്റവും വലുതായി വരാൻ പോകുന്നത്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഈവൻ GCC കൺട്രികളിൽ പോലും ഉണ്ടാകുന്ന ഭക്ഷ്യക്ഷാമം ഈ യുദ്ധം നീണ്ടുപോയാൽ, ഈ ഉക്രൈനിലൊക്കെ ഞാൻ കണ്ടതാണ്, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ആഴ്ചയിൽ 2 നേരം മാത്രം, അതായത് 2 റൊട്ടിയും 2 പീസ് ചീസും മാത്രം മേടിക്കാൻ വേണ്ടി കിലോമീറ്ററുകളോളം ക്യൂ നിൽക്കുന്ന കുട്ടികളുടെയും സ്ത്രീകളുടെയും ഒക്കെ വിഷ്വൽസ് നമ്മുടെ സ്റ്റുഡിയോയിൽ തന്നെ കിടപ്പുണ്ട്. കാരണം അത്രയ്ക്കും ഭയാനകമാണ്. ഒരു യുദ്ധം തുടങ്ങി വെക്കാൻ എളുപ്പമാണ്, പക്ഷേ ഇത് എങ്ങനെ അവസാനിപ്പിക്കൂ എന്നുള്ളതാണ്. ഉക്രൈൻ യുദ്ധം തന്നെ ഉടനെ അവസാനിക്കും എന്ന് പറഞ്ഞാണ്. വർഷം 4-5ആയി, ഇതേവരെ അവിടുത്തെ യുദ്ധം അവസാനിച്ചിട്ടില്ല. ഈ ഇറാൻ യുദ്ധം ഈ പറഞ്ഞതുപോലെ ഇറാൻ ഇസ്രായേലിലെ യുദ്ധം ഇവർ പറഞ്ഞത് 2 ആഴ്ച കൊണ്ട് തീരുമെന്നാണ്. 2 ആഴ്ചയിൽ 6 മാസം എടുത്താലും ഈ യുദ്ധം തീരില്ല എന്നാണ് എന്റെ ഒരു നിഗമനം. കാരണം ഈ കാര്യങ്ങൾ എത്രയൊക്കെ ബോംബുകൾ അങ്ങോട്ട് വർഷിച്ചാലും, എത്രയൊക്കെ അതിനെ തടഞ്ഞിട്ടാലും, അവരിങ്ങോട്ട് വർഷിച്ചാലും ഒക്കെ ലോകം ഒരു 2 ചേരിയായിട്ട് ഇപ്പോൾ നിൽക്കുന്നു. കാരണം അമേരിക്ക ഏതെങ്കിലും രീതിയിൽ ഒരു വലിയ പ്രകോപനം ഇറാനിൽ ഉണ്ടാക്കിയാൽ ഉത്തര കൊറിയ പിന്നെ അവരെ സഹായിക്കാൻ, അതായത് ഇറാനെ സഹായിക്കാൻ ആണവായുധം വരെ കൊടുക്കും എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതൊക്കെ ലോകത്തിന് വലിയ ഭീഷണി തന്നെയാണ്. അങ്ങനെ വന്നാൽ ഇപ്പോ പലസ്തീന്റെ അവസ്ഥ എന്താണ്? പലസ്തീനിലെ പിന്നെ ശവപ്പറമ്പിനേക്കാളിലും കഷ്ടമല്ലേ? അവിടെ പോയി കാണണം, അവിടുത്തെ അവസ്ഥ കാണണമെങ്കിൽ. മനുഷ്യജീവൻ അങ്ങീങ്ങുമുള്ള മനുഷ്യജീവനുകൾ എങ്ങനെ ജീവിക്കുന്നു? അവരൊക്കെ നരക തുല്യമായിട്ടാണ് ആ രാജ്യത്ത് ജീവിക്കുന്നത്. അതുപോലെ ഉക്രൈനിൽ ഇങ്ങനെ വരുമ്പോ ഇനിയിപ്പോ ഇറാന്റെ അവസ്ഥ എന്തായിരിക്കും? ഈ ഇറാനിൽ ഈ രീതിയിലേക്ക് ഒരു 2-3 ആഴ്ച കൂടി പോയാൽ ഇറാൻ എന്ന് പറഞ്ഞ ഒരു രാജ്യം ഒരു പ്രേതപ്പുറമായിട്ട് തന്നെ മാറും. അതിന് യാതൊരു സംശയവുമില്ല. ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ പിന്നെ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഭക്ഷ്യക്ഷാമം, മരുന്നിന്റെ ക്ഷാമം, ഇതെല്ലാം അനുഭവിക്കാൻ വരുന്നതേ ഉള്ളൂ. നമുക്ക് ഈ യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇരുന്നത് പറയാനും വാർത്തകൾ വായിക്കാനും ചർച്ച ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. അവിടെ അങ്ങനെയാണ്, ഇവിടെ ഇങ്ങനെയാണ്, അവർക്കത് വേണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചർച്ചകളും ഒരുപാട് ന്യൂസും ഒക്കെ നമ്മളിങ്ങനെ ദിനംപ്രതി കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ ഈ ദിനംപ്രതി കാണുന്നതിനിടയ്ക്ക് നമ്മൾ ചിന്തിക്കാനുള്ള ഒരു കാര്യം, ഇത് അങ്ങ് യുദ്ധം നടക്കുന്ന പശ്ചിമേഷ്യയിലാണെങ്കിലും അത് അനുഭവിക്കുന്നു. ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾ പോലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ ഹോട്ടലുകൾ അടച്ചിടുന്നു, അവിടെ ഭക്ഷ്യക്ഷാമം നേരിടാൻ പോകുന്നു. എത്രയൊക്കെ വരുമെന്ന് പറഞ്ഞാലും, ഭക്ഷ്യവസ്തുക്കൾ വരുമെന്ന് പറഞ്ഞാലും നമ്മുടെ നാട്ടിൽ തന്നെ വരണമെങ്കിൽ ഇപ്പൊ മഹാരാഷ്ട്രയിൽ നിന്നോ ആന്ധ്രയിൽ നിന്നോ കർണാടകയിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ ഒക്കെ ഇങ്ങോട്ട് വരണം. പെട്രോളിനും ഡീസലിനും വില കൂടിയാൽ എവിടെ നിന്നാണ് അവിടെ സാധനങ്ങൾ വരിക? എന്തെടുത്ത് ഭക്ഷിക്കും മനുഷ്യൻ? എന്തെടുത്ത് ഭക്ഷിക്കും? ലക്ഷക്കണക്കിന്, ഏതാണ്ട് 40 ലക്ഷത്തോളം ആളുകൾ GCC കൺട്രിയിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് മടങ്ങി വന്നാൽ ഇവർക്ക് തൊഴിലെവിടെ? ഇവർക്ക് ജീവിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ എവിടെയാണ് നമ്മുടെ നാട്ടിൽ? ഇത് എല്ലാവരും ചിന്തിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്.
അതുകൊണ്ട് ഈ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കണം എന്ന് തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. പക്ഷെ ഇത് എങ്ങനെ അവസാനിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചോദ്യം. ഇതാണ് അമേരിക്ക ഇപ്പോ കരയുദ്ധം തുടങ്ങും എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷെ കരയുദ്ധം തുടങ്ങിയാൽ, ഇസ്രായേലിന്റെ സപ്പോർട്ടോടുകൂടി കരയുദ്ധം തുടങ്ങിയാലും ഇതിനകത്ത് വലിയൊരു വസ്തുത ഒളിഞ്ഞു കിടപ്പുണ്ട്. അതായത് ഓരോ പ്രദേശത്തും യുദ്ധം, ഞാനീ പോയി കണ്ട അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്, ഓരോ പ്രദേശത്തും യുദ്ധം ചെയ്യുമ്പോൾ അതിന് തക്കതായി പരിശീലനം ലഭിച്ച പട്ടാളക്കാർ അവിടെ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ സോൾജേഴ്സ് അവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇപ്പൊ യുക്രൈനിലാണെങ്കിൽ അവർക്ക് ആ ബോർഡർ ആണെങ്കിലും അവിടുത്തെ കാലാവസ്ഥയാണെങ്കിലും അവിടുത്തെ ഭൂപ്രകൃതി ആണെങ്കിലും അവർക്കറിയാം. പക്ഷേ അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങൾ, വിവിധ കാലാവസ്ഥയുള്ള സ്ഥലങ്ങൾ, ഇവിടുത്തെ ഒരു ഭൂപ്രകൃതി എല്ലാം ഒരിക്കലും ഇറാനിലും അല്ലെങ്കിൽ ഇറാഖിലും ഒക്കെ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഇവിടുന്ന് അവിടെ ചെന്നിട്ട് യുദ്ധം ചെയ്യുക, കരയുദ്ധം ചെയ്യുക എന്നുള്ളത് ഇറ്റ് ഈസ് ടു ഡിഫിക്കൽട്ട്. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതെ, പറഞ്ഞത് ശരിയാണ്. കാരണം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയനെ ആക്രമിക്കാൻ പുറപ്പെട്ട ഹിറ്റ്ലറിന് സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ കണ്ടു. അതുവരെ വിജയിയായി നിന്ന ഹിറ്റ്ലർ ഒടുവിൽ ഈ പട്ടാളക്കാര് സോവിയറ്റ് യൂണിയനിലെ അതികഠിനമായ കാലാവസ്ഥയും അവർക്ക് ഒട്ടും പരിചിതമല്ലാത്ത സാഹചര്യത്തിൽ അമ്പയെ പരാജയപ്പെടുകയായിരുന്നു ചെയ്തത്. അത് അവിടെ നിൽക്കട്ടെ, വിൻസെന്റ് സേവിയർ പാലത്തെങ്കിൽ ഇപ്പോൾ നമുക്ക് അമേരിക്കയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തെയും ഈ യുദ്ധം ഒരുപാട് ബാധിക്കും. ഇപ്പം നിർമ്മല പറഞ്ഞതുപോലെ തന്നെ മിഡ് ടേം വരാനിരിക്കുകയാണ്. ട്രംപിന്റെ ഒരു നിർണായകമായ ഒരു ഫേസിലേക്ക് പോവുകയാണ്. അപ്പൊ അമേരിക്കയുടെ ഒരു ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ അമേരിക്കൻ ജനത ഈ യുദ്ധത്തെ എങ്ങനെയായിരിക്കും കാണുന്നത്? ഒരു ഈ സംഘർഷത്തെ നമുക്കത് യുദ്ധമെന്ന് വിളിക്കാമോ എന്ന് പോലും ആരും യുദ്ധമായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് സംഘർഷമെന്ന് ഇപ്പോഴും പറയാനാവുമെന്ന് തോന്നുന്നു. അല്ല, അമേരിക്കയിലെ ജനം ഇപ്പൊ ബൈജുവും നിർമ്മലും ഇപ്പം ഞാനും സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പ്രൈസ് കൂടുന്നു. ഡെഫിനറ്റ്ലി ജനങ്ങളുടെ പ്രശ്നം എപ്പോഴും അന്നത്തെ ഭക്ഷണത്തിന്റെ കാര്യം, അന്നത്തെ കിച്ചൺ ടേബിളിലെ കാര്യങ്ങളാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ പറഞ്ഞ ഹിസ്റ്ററിയോ അല്ലെങ്കിൽ ഇതിന്റെ ഫ്യൂച്ചറോ ഇതൊക്കെ പിന്നീട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇതൊരു വലിയ പ്രശ്നമാണ് അമേരിക്കയ്ക്കും. ഇൻഫ്ലേഷൻ കൂടും, റിപ്പബ്ലിക്കൻ പാർട്ടി ഭയങ്കര ഭീകരമായിട്ട് പരാജയപ്പെടാനുള്ള സാധ്യതകളിലേക്ക് വരും. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു കണക്കുകൂട്ടൽ, ട്രംപിൻ്റെ സ്വഭാവവും കൂടി അനലൈസ് ചെയ്തിട്ട് എൻ്റെ ഒരു കണക്കുകൂട്ടൽ, അവർ ഒരു മെയ് 15 ഒരു മെയ് അവസാനം ആവുമ്പോൾ ഞങ്ങൾ അക്കംപ്ലിഷ് ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിച്ചു ഒരു ലേബലിൽ ഒരു പ്രസ്താവനയോട് കൂടി അമേരിക്ക ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യത ഞാൻ കാണുന്നത് ബൈ മെയ് 31. ആൻഡ് ബൈ ദാറ്റ് ടൈം കുറെ കാര്യങ്ങൾ അവർ അക്കംപ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി അവരുടെ ഡിഫൻസ് പ്രോഗ്രാംസ് ഒത്തിരി പുറകോട്ടടിക്കാനായിട്ട് അതിനുമുമ്പ് സാധിക്കും. ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാംസ് ഒത്തിരി പുറകോട്ടടിക്കാനായിട്ട് സാധിക്കും. ഡ്രോൺ ഫെസിലിറ്റീസ് ഒത്തിരി ഡിസ്ട്രോയ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതൊരു വലിയൊരു നേട്ടം തന്നെയാണ്. അപ്പോൾ അമേരിക്കനെ സംബന്ധിച്ച് അത് സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇറാൻ ഈ ഒരു ലെവലിലേക്ക് പൊങ്ങി വരണമെങ്കിൽ ഒത്തിരി സമയമെടുക്കും. പിന്നെ ഈ ന്യൂക്ലിയർ മെറ്റീരിയൽ, ഈ ബോംബ് റെഡി ആയിട്ടുള്ള 90% എൻറിച്ച് ചെയ്ത് ന്യൂക്ലിയർ മെറ്റീരിയൽ 11 ബോംബ് ഉണ്ടാക്കാനുള്ളത് അവരുടെ ഉണ്ടെന്ന് അവർ വീമ്പിളക്കിയിട്ടുള്ളതാണ്. അമേരിക്കയുടെ തന്നെ നെഗോഷിയേഷൻസിൽ വീമ്പിളക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അതെവിടെയാണ് വെച്ചിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കാൻ അമേരിക്കയും ഇസ്രയേലും വളരെ ഭീകരമായിട്ട് കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും രീതിയിൽ നശിപ്പിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇത് എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. ദീസ് ആർ ദ തിങ്സ് ദാറ്റ് ക്യാൻ ഹാപ്പൻ ഇൻ ദ നെക്സ്റ്റ് 1 month. ദിസ് ഈസ് മൈ കൈൻഡ് ഓഫ് എ തിങ്കിങ്. പിന്നെ വേറൊന്നുള്ളത്, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അമേരിക്കയുടെ ഇപ്പോഴത്തെ അറ്റാക്കും എല്ലാം ഇസ്രയേലിൻ്റെയും വളരെ പ്രിസിഷൻ അറ്റാക്സ് ആണ്. വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വെപ്പൺസ് വെച്ചിട്ട് സാധാരണ ജനങ്ങളെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ വലിയ തിരക്കുള്ള ഒത്തിരി ബിൽഡിങ്സ് ഉള്ള ഏരിയയിൽ പോയിട്ടാണെങ്കിൽ പോലും അവർ ഉദ്ദേശിക്കുന്ന ഫെസിലിറ്റീനെ മാത്രം ഡിസ്ട്രോയ് ചെയ്ത് തിരിച്ചു വരുന്ന രീതിയിലുള്ള അറ്റാക്കുകളാണ് അമേരിക്ക ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പർപ്പസ്ഫുള്ളി അതുകൊണ്ട് തന്നെയാണ് ഇതൊരു ഭയങ്കര ഭീകരമായ ഒരു ജനകീയ പ്രക്ഷോഭം ഇതിനെതിരെ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ ജനങ്ങൾ ഒത്തിരി മരിച്ചേനെ ഇത്ര അറ്റാക്കുകൾ നടത്തുമ്പോൾ. ജനങ്ങൾ അങ്ങനെ മരിച്ചിട്ടില്ല ഈവൻ ഇറാനിൽ പോലും. അപ്പോൾ അതുകൊണ്ട് തന്നെ നാച്ചുറലി കെയർഫുൾ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ജനങ്ങളുടെ ഒത്തിരി കലാമിറ്റീസ് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി, നമ്മൾ ഈ ബൈജു പറഞ്ഞതുപോലത്തെ ആ ഒരു ഭീകരമായ സിറ്റുവേഷൻ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി തന്നെ വളരെ ലേറ്റസ്റ്റ് പ്രിസിഷൻ വെപ്പൺസ് ആണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഇതിനകത്ത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു, ക്രിസ്ത്യനോട് ഞാൻ മീറ്റിംഗിൽ ഇതിൽ പറഞ്ഞായിരുന്നു ഡിസ്കഷനിൽ, ഈ ചൈനയുടെ ഒരു ഗ്ലോബൽ പവർ ആയിട്ടുള്ള ഒരു അസെൻഷൻ അത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അമേരിക്കയെ ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇറാൻ ഒരു ചാൻസ് കൊടുത്തിരുന്നുവെങ്കിൽ, അതായത് ഈ ന്യൂക്ലിയർ പ്രോഗ്രാം ഉപേക്ഷിക്കാൻ അല്ലെങ്കിൽ ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാം കട്ട് ഡൗൺ ചെയ്യാൻ ഇറാൻ ഒരു റെഡി ആയിരുന്നുവെങ്കിൽ അമേരിക്ക ഇതിനകത്ത് ഇടപെടില്ലായിരുന്നു. അതിന് ചാൻസ് ട്രംപ് വളരെ കൊടുത്തതാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം അമേരിക്കയെ സംബന്ധിച്ച് ഇതിനകത്തൊരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള വേറൊരു ഗോള് ചൈനയെ ഒതുക്കുക എന്നുള്ളതാണ്. അതും അവർ ഇതിനിടയിൽ കൂടി സാധിക്കുന്നു. അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഒരു ലോങ് ടൈം ആവശ്യമാണ് ചൈനയെ കൊണ്ടുള്ള ഒരു ചലഞ്ച് 21st സെഞ്ചുറിയിൽ അമേരിക്കയ്ക്ക് ഉണ്ടാവാണ്ടിരിക്കുക എന്നുള്ളത്. അത് ഓൾമോസ്റ്റ് അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ചലഞ്ച്. അപ്പോൾ അതും ഇതിൻ്റെ ഒരു സൈഡ് ഗോളാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇലക്ഷൻ ജയിച്ചില്ലെങ്കിൽ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
നിർമ്മൽ പറഞ്ഞ പോലെ that by the ഓക്കെ, time ഒരു November വൈൽഡ് comes. കോൺസ്പിറസി അവിടെ ഇവിടെയൊക്കെ പറയുന്നത് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. ഈ പറയുന്ന ഇസ്രയേലും അമേരിക്കയും തപ്പിക്കൊണ്ടിരിക്കുന്ന ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടാകാം എന്നൊരു സാധ്യത കൂടെ പറയുന്നുണ്ട്. നമുക്ക് അതിനെക്കുറിച്ചൊന്നും യാതൊരു ധാരണയുമില്ല. നിർമ്മൽ എബ്രഹാം, ഇപ്പോൾ ഈ പറയുന്ന ഒരു സാഹചര്യമാണ്, എല്ലാ സമ്പദ് വ്യവസ്ഥകൾക്കും അത് മോശമായ സാഹചര്യമാണ്. ഒരു ഭരണമാറ്റം ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ ഈ മൊജ്തബ ഖമനയി എന്ന് പറയുന്നത് ആയത്തുള്ള അലി ഖമനയേക്കാളിൽ ഒട്ടും മാറ്റമില്ലാത്ത ഒരു ഭരണകൂടമായിരിക്കും. അപ്പോൾ അമേരിക്കയ്ക്ക് അതിൽ നിന്ന് പ്രത്യേകിച്ച് ഒന്നും പ്രതീക്ഷിക്കാനില്ല. റേസ പഹ്ലവി ആണെങ്കിൽ ഒരക്ഷരം ഇപ്പോൾ മിണ്ടുന്നുമില്ലേ? കുറേ ദിവസങ്ങളായി അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തെങ്കിലും കണ്ടിട്ട്. അപ്പോൾ അമേരിക്കയ്ക്ക് തൃപ്തി കൊടുക്കുന്ന ഒരു ഭരണകൂടം അവിടെ കൊണ്ടുവന്നാലായിരിക്കാം ചിലപ്പോൾ ഈ ഒരു യുദ്ധത്തിന് ഒരു അവസാനം ഉണ്ടാകുക, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞൊന്ന് നിർത്തണ്ടേ എന്നൊരു ചോദ്യവും അവിടെയുണ്ട്. അല്ല, ഇന്ന് പതിവ് തെറ്റിച്ച് റസ പാലവി, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇന്ന് ഒരു എഴുത്ത് എഴുതിയിട്ടുണ്ട്, ലെറ്റർ, ഓപ്പൺ ലെറ്റർ പോലെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇറാനെ ട്രാൻസിഷൻ ചെയ്ത് പഴയ കാലത്തേക്ക് തിരിച്ചു കൊണ്ടുപോകാം, എക്കണോമിക് ഗ്ലോറി ഒക്കെ തിരിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് 5 വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ഒരു ഓപ്പൺ ലെറ്റർ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ടെററിസ്റ്റ് ഫണ്ടിങ്ങിന് പകരം ഞാൻ ജനങ്ങളെ ഫണ്ട് ചെയ്യും, നമ്മുടെ ഏറ്റവും വലിയ അസറ്റ് നിങ്ങളാണ്, ഹ്യൂമൻ ക്യാപിറ്റൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. എത്രമാത്രം അതുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള ഒരു ചോദ്യം. 2, ഇനി ഒരു ഗ്രൗണ്ട് ഇൻവേഷൻ ആണ്, ശ്രീ ബൈജു കൊട്ടാരക്കര പറഞ്ഞ പോലെ ഒരു ഗ്രൗണ്ട് ഇൻവേഷൻ ആണ് അമേരിക്ക ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് വേറൊന്നും കൊണ്ടല്ല, അമേരിക്കയുടെ ശക്തിയും അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് നിന്നുള്ള മൈറ്റൊന്നും കുറച്ച് കാണുമല്ല. പക്ഷേ ഇറാൻ നാച്ചുറലി അവർക്കൊരു ഫോർട്രസ് ഉണ്ട്. ഇപ്പൊ ഒരു വശത്ത് മുഴുവൻ വലിയ മലനിരകളാണ്, മറുവശത്ത് വലിയ മരുഭൂമിയാണ്. ഇതിന്റെ ഇടയിൽ പല സ്ഥലങ്ങളിലും കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് പോലും വർക്ക് ചെയ്യത്തില്ല. ഇതിന്റെ ഒരു സ്പാൻ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഇറാഖിലൊക്കെ ചെയ്തു, ശരിയാ, പക്ഷെ ഇറാഖിന്റെ 3 ഇരട്ടി ഉണ്ട് ഇറാൻ. അല്ലെങ്കിൽ നമ്മുടെ രീതി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പകുതി ഉണ്ട് ഇറാൻ. അപ്പൊ ഇന്ത്യയുടെ പകുതി വേറൊരു രാജ്യം വന്നിട്ട് കോൺകർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊന്ന് ആലോചിച്ച് നോക്കുക. കാരണം ഇതിന്റെ അകത്ത് ലോജിസ്റ്റിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. പട്ടാളക്കാരെ കൊണ്ടുപോകണം, വാഹനങ്ങൾ, എക്യുപ്മെന്റ്സ് എല്ലാം എത്ര കിലോമീറ്ററുകൾ കൊണ്ടുപോകണം. അതിനിടയിൽ ഈ പറയുന്ന തടസ്സങ്ങളുണ്ട്. പിന്നെ ശ്രീ ബൈജു കൊട്ടാരക്കര ചൂണ്ടിക്കാട്ടിയ പോലെ ഈ ഒരു ടെറൈനിൽ യുദ്ധം ചെയ്ത് പരിചയമില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരാജയപ്പെടുമെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ വലിയ നഷ്ടം ഉണ്ടാകും. ആ നഷ്ടം ഉണ്ടാകുമ്പോൾ അത് ട്രംപിനും നെതന്യാഹുവിനും തീർച്ചയായിട്ടും വലിയ പ്രഷർ ഉണ്ടാകും. കാരണം ഒരു ജീവൻ പോലും, ഇപ്പൊ ട്രംപിന്റെ കേസിൽ ഒരുപാട് റിപ്പബ്ലിക്കൻസ് മറിയാൻ കാര്യം എന്താണ്, ഫ്ലിപ്പ് ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം 4 പ്രോമിസസ് കൊടുത്തിട്ടാണ് അദ്ദേഹത്തിനെ എലക്ട് ചെയ്തത്. അതിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യുദ്ധത്തിന് പോകത്തില്ല. 2, പുറത്ത് നമ്മുടെ ഒരു സൈനികരും പോയി നിൽക്കേണ്ട അവസ്ഥ വരത്തില്ല. 3, ഒരു സൈനികന്റെ രക്തം പൊടിയുന്നത് നമ്മൾ കാണാൻ ഇടവരത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന ഒരാള് ഇപ്പൊ പെട്ടെന്ന് ഒരു യുദ്ധത്തിലേക്ക് പോകുന്ന ഒരു ചെറിയൊരു സർജിക്കൽ സ്ട്രൈക്ക് അല്ല. ഇപ്പൊ ആദ്യം കഴിഞ്ഞ ജൂണിൽ ചെയ്ത പോലെ ഒറ്റ ദിവസം പോയി ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ആളുകൾ അഭിനന്ദിച്ചു. പക്ഷെ ഇപ്പൊ അതല്ല നടക്കുന്നത്. അതിന്റെ ഇമ്പാക്ട് വലുതാണ്. അതുകൊണ്ട് ഗ്രൗണ്ട് ഇൻവേഷൻ പോസിബിൾ ആണോന്നുമില്ല. ഗ്രൗണ്ട് ഇൻവേഷൻ പോസിബിൾ ആയില്ലെങ്കിൽ ഒരു ഇറാൻ പോലെ വലിയൊരു രാജ്യത്തെ, ഇത്രയും പോപ്പുലേഷൻ ഉള്ള, ഇത്രയും സൈസ് ഉള്ള, ഇത്രയും വലിയ സ്ട്രക്ചർ ഉള്ള, പലതരം മിലിറ്ററി കേപ്പബിലിറ്റീസും സെക്യൂരിറ്റി അപ്പാരറ്റസും ഒക്കെ ഉള്ള രാജ്യത്തെ ഡിഫീറ്റ് ചെയ്യുക അല്ലെങ്കിൽ റെജീം ചേഞ്ച് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോഴും നമുക്കും വ്യക്തമായിട്ടില്ല. അതുകൊണ്ടാണ് ഇത് എന്ന് തീരും എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പോലും പറയാൻ പറ്റാത്തൊരു സാഹചര്യം. അതെ, ശ്രീ ബൈജു കൊട്ടാരക്കര, സമയം കുറവാണ്, അതുകൊണ്ട് തന്നെ 1 മിനിറ്റിൽ ഒരു കൺക്ലൂഷൻ. അതായത് ഈ നമ്മളെല്ലാവരും, അതായത് ഞാനിപ്പോൾ അമേരിക്കയിലാണ് ഉള്ളത്, ഈ അമേരിക്കയിൽ തന്നെ ഇപ്പൊ പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം ഓരോരുത്തരും നേഷന്റെ ഒരു ആഭിമുഖ്യം വെച്ചിട്ട് പറയുന്നതാണ് അത് നമ്മൾ ജയിക്കും, അതായത് അമേരിക്ക ജയിക്കും എന്നൊക്കെ പറയുന്നത്. പക്ഷെ ജയിക്കും ജയം തോൽവിയൊന്നും യുദ്ധത്തിനകത്ത് പറയുന്ന ഒരു കാര്യങ്ങളല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം എന്ന് പറയുന്ന ഒരു അവസാന വാക്കൊന്നുമല്ല, ഒരിക്കലും അത് നടക്കരുത് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അത്രയധികം യാതനകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു രാജ്യത്ത്, അതായത് ഈ യുക്രൈനിൽ ഞാൻ കണ്ട ഒരു കാര്യം പറയാം. അവിടെ ഈ യുദ്ധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അവിടുത്തെ ജനത, അവിടെ ഉള്ള ആ കുട്ടികളടക്കം ഇപ്പോഴും യുക്രൈൻ ഗവൺമെന്റിന്റെ കൂടെ അടിയുറച്ച് നിൽക്കുന്ന ആളുകളാണ്. ഈ പുറത്തു വരുന്ന വാർത്തകൾ പലതും കള്ളമാണ് എന്ന് പറഞ്ഞതുപോലെ ഇറാനിലും അവിടുത്തെ ജനങ്ങൾ, അവിടെ അവരൊരു ആ യാതനകൾ ഇഷ്ടം പോലെ അനുഭവിക്കുകയും ഈ മരണങ്ങൾ ഇങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു വീഴുമ്പോഴും അവരുടെ ഉള്ളിൽ പക കൂടുന്നതല്ലാതെ ഒരിക്കലും ഒരു കീഴടങ്ങൽ ആ രാജ്യത്തെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് കരുതുന്നത് തെറ്റാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അത് മിക്കവാറും അത് തെറ്റാകാൻ തന്നെയാണ് സാധ്യത. കാരണം അവരെപ്പോഴും ഒരു തിരിച്ചടിക്ക് വേണ്ടിയിട്ട് അവർ ഒരുങ്ങുന്ന ഒരു രീതിയിലേക്കാണ് മനുഷ്യന്റെ മനസ്സ് പോലും മാറിപ്പോകുന്നത്. അത് യുക്രൈനിലാണെങ്കിലും ശരി, ശ്രീലങ്കയിൽ കലാപം നടന്നപ്പോഴാണെങ്കിലും ശരി, അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും, ഈ രാജ്യങ്ങളിലൊക്കെ, ഇസ്രായേലിലും പലസ്തീനിലും ഒക്കെ ഇത് നമ്മൾ കാണുന്നതാണ്. രാജ്യത്തെ ജനങ്ങൾ ആ രാജ്യത്തോട് കൂറുള്ളവരാണെങ്കിൽ എത്ര വലിയ ശക്തി ആ രാജ്യത്തെ അടിക്കാൻ വന്നാലും കൂടുള്ള ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചടിക്കണം എന്നൊരു ചിന്ത അവന്റെ മനസ്സിലേക്ക് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏത് മനുഷ്യരാണെങ്കിലും ശരി, ഒരു തിരിച്ചടിക്ക് അവിടുത്തെ കുട്ടികളടക്കമുള്ള ആളുകൾ അവര് അതിന് തയ്യാറെടുക്കും.
പക്ഷെ ആ തയ്യാറെടുപ്പിനെ എങ്ങനെ നേരിടും എന്നുള്ളതാണ് ഈ യുദ്ധത്തിന്റെ അവസാനമായി ഇവർ ചിന്തിക്കാനുള്ളത്. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നതാണ്. അമേരിക്ക മാത്രമല്ല, ഇസ്രായേൽ മാത്രമല്ല, ഇറാൻ പോലും ചിന്തിക്കണം. ഈ യുദ്ധം ഇങ്ങനെ അടുത്തുള്ള രാജ്യങ്ങളെയൊക്കെ ആക്രമിച്ച് അവരുടെ സമ്പദ് വ്യവസ്ഥ മൊത്തം നശിപ്പിച്ച് ലോകത്തെ ഒരു സാമ്പത്തിക അരക്ഷിതാവസ്ഥയിലേക്ക് വിടുന്നു. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ കൊല്ലുന്ന രീതിയിലേക്ക് വരുന്നു, നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. ഇതിനൊക്കെ പറയുമ്പോൾ ഇതിന്റെ ഒരു അവസാനം എവിടെയാണെന്ന് ഈ ഭരണകൂടങ്ങളെല്ലാം വളരെ വ്യക്തമായി ചിന്തിക്കണം. ചിന്തിക്കുക മാത്രമല്ല, എത്രയും പെട്ടെന്ന് ഇത് നിർത്തിയാൽ ഇതിനകത്ത് ഈ മരിച്ചു വീഴുന്ന ആളുകളുടെ എണ്ണവും ഈ പറയുന്ന ബാക്കിയുള്ള കാര്യങ്ങളും ഇത് കുറഞ്ഞു കിട്ടും. അതല്ല, ഇതൊരു കരയുദ്ധമായി ഇത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും മിനിമം ഇത് 6 മാസം കൊണ്ടൊക്കെ 3 മാസം കൊണ്ട് തീരുമെന്ന് പറയുന്നു. 3 അല്ല 6 അല്ല 1 വർഷം എടുത്താലും ശരി ഈ യുദ്ധം തീരും എന്നൊരു കണക്കുകൂട്ടല് ഇല്ലാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നു. ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഈ എവറി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന ന്യൂട്ടന്റെ 3rd ലോ ഓഫ് മോഷൻ പോലെ പറയുന്നത് പോലെ അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് ലോകം പറഞ്ഞു നിൽക്കുമ്പോൾ അങ്ങനെ അല്ലാതെ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ വിൻസെന്റ് സേവ്യർ പാലത്തെങ്കിൽ, ശ്രീ നിർമ്മൽ ഇബ്രഹാം ആൻഡ് ശ്രീ ബൈജു കൊട്ടാരക്കര. യുദ്ധം എന്ന് പറയുന്നത് മനുഷ്യന്റെ മാനവരാശിയുടെ പരാജയമാണെന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുന്നത്. ഒരു യുദ്ധത്തിലും ആരും ജയിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ യുദ്ധം ഇല്ലാതാകട്ടെ, സമാധാനം പുലരട്ടെ. അതിനുവേണ്ടിയുള്ള പ്രതീക്ഷയോടുകൂടെ അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പ് ഈ വാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.